ബോബ് വില്ലൻ എന്ന ലോകപ്രശസ്ത റാപ്പർ പോപ്പ് ഗായകൻ അദ്ദേഹത്തിൻ്റെ ഗസ വംശഹത്യക്കെതിരായ അദ്ദേഹത്തിൻ്റെ നിലപാട് അത് പ്രമേയമാക്കി അദ്ദേഹം നടത്തിയ സംഗീതാലാപനം അത് വലിയ തോതിൽ ആഗോള വ്യാപകമായി പ്രശംസ പിടിച്ചു പറ്റുകയും അതോടൊപ്പം ബ്രിട്ടൻ്റെയും അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഒക്കെ വലിയ എതിർപ്പുകൾക്ക് കാരണമാവുകയും ചെയ്തിരിക്കുന്നു. അദ്ദേഹം കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു കൺസേർട്ട് BBC തന്നെ നേരിട്ടത് സ്റ്റോപ്പ് ചെയ്യുന്നൊരവസ്ഥയിലേക്ക് വരുന്നു. അപ്പോൾ ഇസ്രായേൽ ഗസയിൽ നടത്തുന്നത് വംശഹത്യ തന്നെയാണ് എന്ന് തുറന്നു പറയാൻ ധൈര്യം കാണിച്ച ഒരു വലിയ ഗായകൻ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് വിസ നിഷേധിക്കുന്നതുൾപ്പെടെയുള്ള എതിർപ്പുകളാണ് ഇപ്പോൾ US സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ബ്രിട്ടീഷ് സർക്കാർ പാമറിനത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിക്കെതിരെയും അദ്ദേഹം വലിയ വിമർശനങ്ങൾ ചൊരിയുന്നുണ്ട്. ബ്രിട്ടീഷ് സർക്കാരും അദ്ദേഹത്തിനെതിരെ വലിയ നീക്കങ്ങൾ നടത്തുന്ന ഒരവസ്ഥയും കൂടിയുണ്ട്. ബോബ് വില്ലൻ്റെ ഒരു നിലപാടിനെ അതിനെ ആഗോള ജനത എങ്ങനെ കാണുന്നു, അദ്ദേഹത്തിനെതിരെ ഏതെല്ലാം നീക്കങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നതും കൂടി അവസാനമായി സംസാരിക്കുകയാണ്. എങ്ങനെയാണ് ബോബ് വില്ലൻ്റെ ഇപ്പോഴത്തെ എപ്പിസോഡിനെ കാണുന്നത്? രണ്ടുപേരടങ്ങുന്ന ഒരു ബാൻഡാണ്. അവർ നടത്തിയിട്ടുള്ള പരിപാടിക്കിടയിൽ വിളിച്ചു പറഞ്ഞ ചില മുദ്രാവാക്യങ്ങൾ BBC അത് സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. BBCയുടെ കുറ്റസമ്മതം ഞങ്ങൾക്കത് സ്റ്റോപ്പ് ചെയ്യാമായിരുന്നു എന്നാണ്. ഓൺ ഡിമാൻഡായി ഇനി വീഡിയോ കിട്ടില്ല എന്നാണ് അവർ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ളത്. BBC അത് സ്ട്രീം ചെയ്തിരുന്നു. അപ്പോൾ ഇതിനകത്തൊരു കാര്യമുള്ളത് എന്താണ്, IDFന് മരണം എന്ന മുദ്രാവാക്യം വിളിച്ചു പറഞ്ഞു. പിന്നെ പുഴ മുതൽ കടൽ വരെ ഫലസ്തീന് സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ലോകപ്രശസ്തമായിട്ടുള്ള മുദ്രാവാക്യം വിളിച്ചു പറഞ്ഞു. ഐക്യരാഷ്ട്രസഭ ഒരു വംശഹത്യയെ നോക്കി നിൽക്കുകയാണ് എന്ന് പറയുന്ന ലോകത്ത് എല്ലായിടത്തുമുള്ള പ്രതിഷേധത്തിൻ്റെ വാചകം അവർ വിളിച്ചു പറഞ്ഞു. അത് സ്വാഭാവികമായിട്ടും അവിടെയുള്ള ആൾക്കൂട്ടം മുഴുവൻ ഏറ്റുപാടുകയും അവരെല്ലാവരും കയ്യിലുള്ള ആളുകളെല്ലാം ഫലസ്തീൻ്റെ പതാക ഉയർത്തുകയൊക്കെ ചെയ്തതാണ് അവിടെ പ്രശ്നമായി മാറിയത്. പ്രശ്നം എന്ന് വെച്ചാൽ അത്തരമൊരു പരിപാടി, അങ്ങനെ ഒരു സദസ്സിൽ അത്തരമൊരു സ്ഥലത്ത് ഉയർന്ന് കേൾക്കുക എന്ന് പറയുന്നത് അവർ എന്താ പറയുന്നത്, ഈ IDFൻ്റെ സന്തത സഹചാരികൾ ഇസ്രായേലിൻ്റെ കൂടെ നിൽക്കുന്ന ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ല. പക്ഷേ അത് സംഭവിച്ചു കഴിഞ്ഞപ്പം അവരുടെ സ്വാഭാവികമായ രോഷം പ്രകടിപ്പിക്കുകയാണ്. പക്ഷെ അതുകൊണ്ട് എന്ത് കാര്യം എന്നുള്ള മൗലികമായ ചോദ്യം. കാരണം ഒന്നാമത്തെ കാര്യം, ഇത് വരി നിൽക്കുന്നവർക്ക് നേരെ വെടിവെച്ചുകൊണ്ടിരിക്കുന്ന വാർത്ത വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അപ്പുറത്ത് IDFൻ്റെ മരണം എന്ന് പറയുന്ന മുദ്രാവാക്യം വിളിച്ചു പറയുന്നത്. ഇതപ്പോൾ ജ്യൂസിന് മൊത്തം എതിരാണ്, യഹൂദന്മാർക്ക് മുഴുവൻ എതിരായിട്ടുള്ള മുദ്രാവാക്യമാണ്, അവർക്കെതിരായിട്ടുള്ള ഹെയ്റ്റാണ് എന്നൊക്കെയാണ് വിളിച്ചു പറയുന്നത്. ഇത് ഒറ്റ നോട്ടം നോക്കിയാൽ ആൾക്ക് പെട്ടെന്ന് IDFൻ്റെ മരണം എന്നൊക്കെ വിളിച്ചു പറഞ്ഞാൽ എന്താണെന്ന്, IDFൻ്റെ മരണം എന്ന് വിളിച്ചു പറഞ്ഞാൽ അങ്ങനെയാണ് യഹൂദർക്കെതിരായ കുറ്റകൃത്യമായിട്ട് മാറുക. IDF എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ ഒരു ഔദ്യോഗിക സ്വഭാവമുള്ള ഒരു ഭീകര സംഘടന എന്ന് വിളിക്കാൻ കഴിയുന്ന ഒരു സാധനമാണ്. കാരണം അത് എങ്ങനെയാണ് ആൾക്കാരെ കൊല്ലുന്നത് നമ്മൾ കാണുന്നുണ്ട്. പട്ടിണിക്കിട്ട ആളുകളെ കൊല്ലുക, വരി നിൽക്കുന്നവരെ കൊല്ലുക, ക്ലോസ് റേഞ്ചിൽ കുഞ്ഞുങ്ങളെ വലിയ വെടിയുണ്ടകൾ വെച്ച് തോക്കിന് വെടിവെച്ച് കൊല്ലുക, ഒരു കാറിനകത്തിരിക്കുന്ന കുട്ടിയെ എത്രയോ വെടിയുണ്ടകൾ കൊണ്ട് കൊന്നു കളഞ്ഞതിൻ്റെ ചരിത്രം നമുക്ക് മുമ്പിലുണ്ട്. അപ്പോൾ IDF എന്ന് പറയുന്നത് ആയുധങ്ങളില്ലാത്ത മനുഷ്യരെ പോലും കേവലമായ ആനന്ദത്തിനെന്ന മട്ടിൽ വെടിവെച്ച് കൊല്ലുന്ന ഒരു ഭീകര സംഘടനയാണ്. അത് പക്ഷേ ഒരു രാജ്യത്തിൻ്റെ പട്ടാളമായിട്ട് അറിയപ്പെടുന്നതുകൊണ്ട് അതിന് സവിശേഷമായ സംരക്ഷണം കിട്ടുന്നു. ആ പട്ടാളം നിലനിൽക്കുക എന്ന് പറയുന്നത് ലോകത്തിൻ്റെ ഒരു ആവശ്യമല്ല, ലോകത്തിൻ്റെ നൈതികതയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമേ അല്ല. ലോകത്തെ ഏറ്റവും മോശം പട്ടാളങ്ങളിലൊന്നായി അറിയപ്പെടുന്ന ഒന്നാണത്. അപ്പോൾ അതിന് മരണമെന്ന് വിളിക്കുന്നതിലെ പ്രശ്നം എന്താണ്? പുഴ മുതൽ കടൽ വരെ സ്വാതന്ത്ര്യം ഫലസ്തീന എന്ന് പറയുന്നതിലെ പ്രശ്നം എന്താണ്? ഇതൊരു ജനോസൈഡാണ് നടക്കുന്നത് എന്ന് പറയുന്നതിലെ പ്രശ്നം എന്താണ്? പക്ഷേ അത് ഹെയ്റ്റായിട്ട് സ്ഥാപിക്കുകയാണ് ഇവർ. അപ്പോൾ അതിൽ കാണേണ്ട ഒരു കാര്യം, ഇത് എവിടെയെങ്കിലും ഒരിടത്ത് നടക്കുന്ന ഒറ്റപ്പെട്ട ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി വിളിച്ചു പറയുന്ന ഒരു കാര്യമല്ല. കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി ലോകത്താകമാനമുള്ള വലിയ സെലിബ്രിറ്റികൾ, വലിയ മൂവ്മെൻറ്റുകൾ അവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു കാര്യം. 200-ലധികം രാജ്യങ്ങളിലാണ്. പക്ഷേ ഒരു 75 വർഷക്കാലത്തെ ഫലസ്തീൻ കോസും അതിൻ്റെ കോൺഫ്ലിക്റ്റും അതിൻ്റെ സമരങ്ങളും എടുത്തു നോക്കിയാൽ ഇത്രയധികം രാജ്യങ്ങൾ ഫലസ്തീൻ കോസിന് വേണ്ടി സമരം നടക്കുകയും ഇസ്രായേലിനെതിരായിട്ടുള്ള ജനങ്ങൾ തെരുവിലിറങ്ങുകയും ചെയ്തിട്ടുള്ള ഒരു സന്ദർഭം തന്നെ വേറെയില്ല. 200ഓളം രാജ്യങ്ങളിൽ ജനങ്ങൾ തെരുവിലിറങ്ങി. ഇപ്പോഴും വലിയ പ്രൊട്ടസ്റ്റുകൾ പല രാജ്യങ്ങളും നടക്കുന്നു, ഇസ്രായേലിലടക്കം ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന വംശഹത്യക്കെതിരെ. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച ലോകത്തിൻ്റെ പല കോണുകളിൽ മനുഷ്യർ പല രൂപത്തിൽ ഏറ്റെടുക്കുന്നത് കാണുന്നുണ്ട്. അതിലൊന്നു മാത്രമാണ് ഇതെന്നാണ്. അപ്പോൾ ഇത് ഏതെങ്കിലും ഒരാൾ മാത്രം ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ സെർച്ച് ചെയ്ത് നോക്കി ഏതൊക്കെ പ്രധാനപ്പെട്ട ആളുകൾ ഇതിനകത്ത് ഇടപെടുന്നുണ്ട്. ഇപ്പം അതിൽ തന്നെ കാണുന്നത് ഇമാജിൻ ഡ്രാഗൺസ് എന്ന് പറഞ്ഞ അമേരിക്കൻ റോക്ക് ബാൻഡുണ്ട്. അവർ സമാനമായ നിലപാടെടുത്തതിൻ്റെ പേരിൽ വിമർശിക്കപ്പെട്ടവരാണ്. പക്ഷേ അവർ പിന്നോട്ട് പോയിട്ടില്ല. ഇപ്പം നിക്കോള കോഗിൾ എന്ന് പറഞ്ഞ നടി, അല്ലെങ്കിൽ മാർക്ക് റഫല്ലോ എന്ന് പറയുന്ന നടൻ, ദുവാ ലിപ്പ എന്ന് പറയുന്ന വിഖ്യാത ഗായിക, മെലിസ ബെർട്ടെ നടി, അങ്ങനെ കുറേ ആളുകളുടെ പേര്, എമ്മ വാട്സൻ്റെ പേരുണ്ട്, ഷാർലറ്റ് ചർച്ചിൻ്റെ പേരുണ്ട്. ഇങ്ങനെ എത്രയോ പ്രസിദ്ധ വ്യക്തിത്വങ്ങൾ, ബാൻഡുകൾ അവരുടെ ഫോളോവേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട്. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലാണ് പ്രധാനമായും കാണുന്നത്. മില്യൺ കണക്കിന് ഫോളോവേഴ്സുള്ള ആളുകൾ. എൻ്റെ കുറേ പേരുടെ പട്ടികയുണ്ട്.
അതുപയോഗിച്ചുകൊണ്ട് അവർ ഫലസ്തീൻ ഫ്ലാഗ് ഉയർത്തുന്നു, ഫലസ്തീൻ കോസിന് വേണ്ടി സംസാരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും ലൈവ് സ്ട്രീമിംഗ് തടഞ്ഞു വെച്ചതുകൊണ്ടോ ഓൺ ഡിമാൻഡ് വീഡിയോ കട്ട് ചെയ്ത് വെച്ചതുകൊണ്ടോ ഏതെങ്കിലും പ്രോഗ്രാമുകളിൽ നിന്ന് അവരെ ഒഴിവാക്കിയതുകൊണ്ടോ ഇല്ലാതാവുന്നതല്ല. ഇന്നും കേരളത്തിലെടുത്താൽ ഏറ്റവും പോപ്പുലറായിട്ടുള്ള ഗായകനായ വേടൻ പോലും ഫലസ്തീൻ കോസിന് വേണ്ടി പാടുകയും പറയുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. ലോകമാകെ തന്നെ പ്രസരിപ്പിക്കപ്പെട്ട വ്യാപിക്കപ്പെട്ട ഒരു പൊളിറ്റിക്കൽ വിഷയമായി ഫലസ്തീൻ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇത്ര വലിയ പ്രതിരോധങ്ങൾക്കിടയിൽ ഇപ്പോൾ അവർക്കറിയാലോ ഇങ്ങനെ ഒരു സംഗതി എടുത്താൽ എന്തൊക്കെയാലും ആഫ്റ്റർ എഫക്ട്സ് എന്തൊക്കെയായിരിക്കും, ഏതൊക്കെ പരിപാടികൾ കട്ടാവും, ഏതൊക്കെ വീസ കട്ടാവും എന്നറിയാം. എന്നിട്ടും അവർ സ്ട്രോങ് ആയി സ്റ്റാൻഡ് എടുക്കുന്നു. ഈ വിമർശനവും ഈ വിയോജിപ്പും എല്ലാം വലിയ പൊളിറ്റിക്കൽ ലീഡേഴ്സിൽ നിന്ന് ഉണ്ടായിട്ട് പോലും അവരവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത് നമ്മൾ കാണുകയാണ്. അത് ലോകത്തിന് തിരസ്കരിക്കാനാവാത്ത ഒരു രാഷ്ട്രീയ മുദ്രാവാക്യമായി ഫ്രീ പലസ്തീൻ എന്ന് പറയുന്ന വാചകം ഉയർന്നു വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഏറ്റെടുക്കാൻ ഒരുപാട് ആളുകൾ കൂടുതലായി വരുന്നു. ഇതുകൊണ്ട് അവസാനിക്കാൻ പറ്റില്ല. നാളെ കൂടുതൽ ബാൻഡുകളും കൂടുതൽ താരങ്ങളും ഏറ്റെടുക്കുന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് ഒച്ച ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് IDF. ഞങ്ങൾക്കെതിരാണ്, ജൂതന്മാർക്കെതിരാണ്, ആൻറ്റി സെമിറ്റിക് ആണെന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കുകയാണ്. അത് ഗുണപ്പെടില്ല, ഫലപ്രദമാവില്ല എന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ എക്സാമ്പിളാണിത്. ഇനിയും എത്രയോ ബാൻഡുകൾ ഈ പാട്ട് പാടാനിരിക്കുന്നു. അജിംസ്, ഈ ഡെത്ത് ടു IDF എന്ന ഈ മുദ്രാവാക്യം എത്ര കണ്ട് പ്രഹരശേഷിയും എത്രത്തോളം പ്രകമ്പനങ്ങളുണ്ടാക്കാൻ കെൽപ്പുള്ളതുമായൊരു മുദ്രാവാക്യമാണ്? അതിൽ വേറൊരു കോണ്ടെക്സ്റ്റ് ഉണ്ട് സേഫ്. അതായത് യൂറോപ്യൻ യൂണിയൻ പൊതുവെ ഇസ്രായേലിന് അനുകൂലമായൊരു നിലപാടാണ് സ്വീകരിച്ചത്. യൂറോപ്യൻ രാജ്യങ്ങൾ പൊതുവെ അതിൽ ഇസ്രായേലിന് ഏറ്റവും അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്ന 2 രാജ്യങ്ങളാണ് ബ്രിട്ടനും ജർമ്മനിയും. പക്ഷേ ബ്രിട്ടനിലും അതിനെതിരെ മുമ്പേ പ്രതിഷേധങ്ങളുണ്ട്. പക്ഷേ ഈ ഇസ്രായേലിൻ്റെ ലോബിയിങ്ങിൻ്റെ ഭാഗമായിട്ട് ഈ ഭരണകൂടങ്ങൾ സ്വതവേ ഇസ്രായേലിന് അനുകൂലമായ നിലപാടാണ് സ്വീകരിക്കുക. പക്ഷേ അതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അയർലൻഡ് എന്ന് പറഞ്ഞ രാജ്യമുണ്ട്. ബ്രിട്ടനോട് ചേർന്ന് നടന്ന രാജ്യമാണ് അയർലൻഡ് പരമ്പരാഗതമായി ഈ ഫലസ്തീൻ കോസിനെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ്. മുമ്പേ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ്. അവിടെ നിന്നുള്ളൊരു റാപ്പർ ഗ്രൂപ്പുണ്ട്, നീക്യാപ്പ് എന്നാണ് ആ റാപ്പർ ഗ്രൂപ്പിന്. ഒരു 3 പേരാണ് അതിലുള്ളത്. അപ്പോൾ ഇവർ ഈ ബോബ് വില്ലൻ്റെ പ്രോഗ്രാമിന് തൊട്ട് തലേ ദിവസം ഈ നീക്യാപ്പിൻ്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ നീക്യാപ്പിൻ്റെ പ്രോഗ്രാമിൻ്റെ സമയത്ത് നീക്യാപ്പ് എന്ത് ചെയ്തു, ഇവരുടെ ബ്രിട്ടനിൽ തന്നെയുള്ള അതിശക്തമായൊരു ഫലസ്തീൻ മൂവ്മെൻ്റ് ഉണ്ട്. അതിൻ്റെ പേര് പലസ്റ്റൈൻ ആക്ഷൻ എന്നാണ്. ഈ പലസ്റ്റൈൻ ആക്ഷൻ്റെ വെബ്സൈറ്റ് നോക്കി കഴിഞ്ഞാൽ അവരുടെ പണി എന്താണെന്ന് വെച്ചാൽ അവരിങ്ങനെ റാലി വിളിക്കുകയോ സമാധാനമായി മുദ്രാവാക്യം വിളിക്കുകയോ ഒന്നും ചെയ്യല്ല. അവർ ചെയ്യുന്നത് ഇസ്രായേലിന് വേണ്ടി ആയുധം ഉണ്ടാക്കുന്ന ബ്രിട്ടനിലെ ആയുധ നിർമ്മാണ ഫാക്ടറികൾ ആക്രമിക്കുക, കായികമായി ആക്രമിക്കുക, അതിന് കേടുപാടുകൾ വരുത്തുക, അവരുടെ കൺസൈൻമെൻറ്റ് നശിപ്പിക്കുക. ഇതാണ് അവരുടെ ജോലി. അതിനുവേണ്ടി യുവാക്കളെ അവർ ചേർക്കുന്നു, ട്രെയിനിങ് കൊടുക്കുന്നു, എങ്ങനെ ആക്രമിക്കാം എന്നുള്ളത്, അവരുടെ കെട്ടിടങ്ങൾ തകർക്കുക. അങ്ങനെ തന്നെ ഡയറക്റ്റ് ആക്ഷനാണ് അവരുടെ പരിപാടി. അപ്പോൾ അങ്ങനെ ഒരു സംഘടന അവിടെ ഉണ്ട്. അപ്പോൾ ഈ സംഘടനയെ നിരോധിക്കാനുള്ള ഒരു ബില്ല് ബ്രിട്ടൻ്റെ ആഭ്യന്തര മന്ത്രാലയം പാസ്സായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ബില്ല് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരെ മാത്രമായിട്ട് നിരോധിക്കാൻ കഴിയില്ല. കാരണം ഇവരങ്ങനെ ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ അല്ല. ഇവരാകെ ചെയ്യുന്നൊരു കാര്യം ഇതാണ്. വേറെ ഒരു ഫെസിലിറ്റി അവർ ആക്രമിക്കില്ല. ഇസ്രായേലിന് ആയുധം അയക്കാൻ ഉണ്ടാക്കുന്ന ആയുധ നിർമ്മാണ ശാലകളെ ആക്രമിക്കുക എന്നുള്ളതാണ്. അത് കേടുപാടുകൾ വരുത്തുക, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് അത് തകർത്ത് കളയാന്നുള്ളതല്ല. ഡയറക്റ്റ് ആക്ഷനാണ് അവരുടെ പരിപാടി. അപ്പോൾ ഇവരെ നിരോധിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ബ്രിട്ടീഷ് ആഭ്യന്തരമന്ത്രി എന്ത് ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ ഒപ്പം ഒരു റഷ്യൻ ഇമ്പീരിയലിസ്റ്റ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു വലതുപക്ഷ സംഘടനയുണ്ട്. അതായത് വിശാല റഷ്യൻ സാമ്രാജ്യം സ്വപ്നം കാണുന്ന ഒരു സംഘടനയാണ്. ആ സംഘടനയെ ആ ലിസ്റ്റിൽ പെടുത്തി. പിന്നെ ഒരു വൈറ്റ് സൂപ്പർ മാസിസ്റ്റ് വേറൊരു സംഘടനയുണ്ട്. അവരെ കൂടി ഉൾപ്പെടുത്തി പലസ്തീൻ ആക്ഷനെ നിരോധിക്കുകയാണ്. കാരണം ഇതിനെ ഒറ്റയ്ക്ക് നിരോധിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണെന്ന് അവർക്കറിയാം. അപ്പോൾ നീക്യാപ്പിൻ്റെ പ്രോഗ്രാമിൻ്റെ ഇടയ്ക്ക് വി ആർ പലസ്തീൻ ആക്ഷൻ എന്നവർ വിളിച്ചു പറഞ്ഞു. അപ്പോഴാണ് BBC എന്ത് ചെയ്യുന്നത്, ഇത് കട്ട് ചെയ്ത് കളഞ്ഞു. അവരുടെ ലൈവ് സ്ട്രീം കട്ട് ചെയ്ത് കളഞ്ഞു. VODയും അവർ BBCയുടെ പ്ലാറ്റ്ഫോമിൽ നീക്കി. അപ്പോൾ ഈ BBC എന്ന മാധ്യമ സ്ഥാപനത്തിൻ്റെ ഒരു പ്രശ്നം കൂടിയുണ്ട്. BBC പരമ്പരാഗതമായി ഇസ്രായേൽ സപ്പോർട്ടേഴ്സാണ്. അപ്പോൾ പിറ്റേന്ന് നടക്കുകയാണ് ബോബ് വില്ലൻ്റെ പ്രോഗ്രാം. ബോബ് വില്ലൻ്റെ പ്രോഗ്രാമിൻ്റെ ബാക്കിൽ ബിൽ ബോർഡിൽ എഴുതി കാണിക്കുന്നത് എന്താണ്, UN have declared this is a genocide. But BBC tells this is conflict എന്നാണ് എഴുതി കാണിക്കുന്നത്. അപ്പോൾ ഇത് ഓൺ എയർ പോവുകയും ചെയ്തു, BBCയുടെ ലൈവിൽ പോവുകയും ചെയ്തു. എന്ന് മാത്രമല്ല, ഇത് ഇവർ ആ വേദിയിൽ വെച്ചിട്ടാണ്, അതായത് ഈ പറയുന്ന നീക്യാപ്പിൻ്റെ പ്രോഗ്രാം ബ്ലാക്ക് ഔട്ട് ചെയ്തതിനുള്ള പ്രതിഷേധ സൂചകമായിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്, ഇവർ IDFന് ഡെത്ത് വിളിച്ചിട്ട് മുദ്രാവാക്യം വിളിക്കുന്നത്. അപ്പോൾ അതിൽ അവർക്ക് വളരെ ക്ലാരിറ്റി ഉണ്ട്. ആ പരിപാടി കഴിഞ്ഞിട്ട് അവർ ഒരു ട്വീറ്റ് ഉണ്ട്, ഞങ്ങളല്ല വാർത്തയാവേണ്ടത്, BBC-യോടാണ് പറഞ്ഞത്, ഞങ്ങളല്ല വാർത്തയാവേണ്ടത് ജനസൈഡാണ് എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അവർക്ക് അതിനെപ്പറ്റി നല്ല ക്ലാരിറ്റി ഉണ്ട്. ഇപ്പോൾ ഇത് ഭരണകൂടം എന്തിനാണ് ഇതിങ്ങനെ പരിഭ്രാന്തരാകുന്നത്? ഇപ്പോൾ ബ്രിട്ടീഷ് ഭരണകൂടം പരിഭ്രാന്തരാകുന്നത് വെച്ചാൽ, നമ്മൾ അമേരിക്കയിൽ പറഞ്ഞു, അമേരിക്കയിൽ വലിയ തോതിൽ യങ്സ്റ്റേഴ്സ് 50%
മനുഷ്യർ ഫലസ്തീൻ കോസിനോടൊപ്പമാണെന്ന് പോൾ തെളിയിക്കുകയാണ്, വ്യത്യസ്ത അഭിപ്രായ സർവേകൾ തെളിയിക്കുകയാണ്. യൂറോപ്പിൽ ഇത് അതിൻ്റെ ഒരു ത്രഷോൾഡ് കടന്നു എന്ന് പറഞ്ഞാൽ ഭരണകൂടത്തെ തിരുത്താവുന്ന അത്ര ശക്തമായ പ്രതിഷേധങ്ങൾ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ വരികയാണ്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് സ്പെയിൻ, ഇപ്പോൾ ഈ ഒക്ടോബർ 7 സംഭവത്തിന് ശേഷം അതിശക്തമായ ഇസ്രായേൽ വിരുദ്ധ നിലപാട് സ്വീകരിച്ച ഒരു രാജ്യമാണ് സ്പെയിൻ. ആ ഒക്ടോബർ 7 ശേഷം എത്ര യൂറോപ്യൻ രാജ്യങ്ങൾ ഫലസ്തീന് ഔദ്യോഗികമായ അംഗീകാരം നൽകിയെന്ന് തന്നെ ശ്രദ്ധിക്കുക. എന്നു മാത്രവുമല്ല, ഈ യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്നത്, ഇപ്പോൾ ബ്രിട്ടൻ ഒഴിവാക്കി, ബ്രിട്ടൻ ഇപ്പോൾ അതിലില്ല, യൂറോപ്യൻ യൂണിയൻ തന്നെ ഇപ്പോൾ 2025 ഏപ്രിലിൽ 2025, 26, 27 ഈ 3 വർഷങ്ങളിലായിട്ട് വിതരണം ചെയ്യാൻ പാകത്തിന് 1.6 ബില്യൺ യൂറോ ആണ് നീക്കി വെച്ചിട്ടുള്ളത്. അതായത് ഫലസ്തീൻ്റെ പുനർനിർമ്മാണത്തിന് വേണ്ടി. ഇത് പുതിയൊരു കാര്യമാണ്. അപ്പോൾ എങ്ങനെയാണ് യൂറോപ്യൻ യൂണിയൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്? സ്വതവേ ഇസ്രായേൽ അനുകൂലികളായ യൂറോപ്യൻ യൂണിയൻ, സ്വതവേ ഇസ്രായേൽ അനുകൂലികളായ യൂറോപ്യൻ രാജ്യങ്ങൾ ഇങ്ങനൊരു പോളിസി ഷിഫ്റ്റ് ഫോറിൻ അഫയേഴ്സിൽ വരിക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവിടുത്തെ ജനങ്ങൾ ഫലസ്തീൻ കോസിനോടൊപ്പമാണെന്ന് അവർക്ക് തോന്നി തുടങ്ങിയെന്നാണ്. ഇതിനർത്ഥം ഒരു വലിയ ചേഞ്ചാണ്, ഒരു ഫോറിൻ അഫയേഴ്സിൽ വലിയൊരു ചേഞ്ചായിട്ട് ഇത് കാണാൻ കഴിയില്ല. എങ്കിലും ഗ്രാജ്വലി ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ് യൂറോപ്പിൽ. അപ്പോൾ ഈ ഒരു വലിയ തോതിലുള്ള ഒരു പിന്തുണ ഫലസ്തീൻ കോസിന് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇസ്രായേൽ ലോബി അതിനനുസരിച്ച് പണിയെടുക്കും. ആ പണിയെടുക്കുന്നതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ബോബ് വില്ലൻ്റെ പരിപാടി അമേരിക്കയിൽ അവരുടെ വിസ നിഷേധിക്കുന്നത്. കാരണം അമേരിക്കയിൽ അവർക്ക് കുറേ കൂടി ഹാൻഡുണ്ട് ഇസ്രായേൽ ലോബിക്ക്. ട്രംപാണ് ഭരിക്കുന്നത്, അങ്ങ് പറഞ്ഞാൽ മതി, പുള്ളി ചെയ്തോളും. അപ്പോൾ ഇനിയും ചിലപ്പോൾ കുറേ റാപ്പർമാരെയൊക്കെ അമേരിക്ക സന്ദർശിക്കാതിരിക്കാൻ വിസ കൊടുക്കില്ല എന്നൊക്കെ പറയുമായിരിക്കും. നമുക്കറിയാം ഇപ്പോൾ അമേരിക്കയിൽ എന്താണ് നടക്കുന്നത്. യൂണിവേഴ്സിറ്റികളിൽ പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളെ ഡീപ്പോർട്ട് ചെയ്യുന്നു, അറസ്റ്റ് ചെയ്ത് നീക്കുന്നു. അമേരിക്കയിൽ ഇതുവരെ കാണാത്ത രീതിയാണ്. പ്രൊട്ടസ്റ്റ് ചെയ്യുന്നവരെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ കാണാത്ത രീതിയാണ്. അതൊക്കെ അവിടെ കാണുന്നു. അപ്പോൾ അമേരിക്കയിൽ അത് നടക്കും, യൂറോപ്പിൽ അത് നടക്കില്ല. അപ്പോൾ ഈ നറേറ്റീവ് ചേഞ്ച് വരികയാണ്. ആ നറേറ്റീവ് ചേഞ്ച് വരുന്നതിൻ്റെ ഭാഗമാണ്. അല്ലാതെ അതർവൈസ് ഇപ്പോൾ ബോബ് വില്ലൻ എന്ന് പറയുന്ന ആ 2 പേർ അവരോ അല്ലെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞ നീക്കാപ്പോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റാപ്പേഴ്സോ അവരിത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരുടെ റാപ്പ് സോങ്സ് എന്ന് പറയുന്നത് പൊളിറ്റിക്കലാണ്, അവർ ഫലസ്തീൻ അനുകൂലികളാണ്, അവർ അത് പറയുന്നു എന്നുള്ളതല്ല പ്രശ്നം. അതിനെത്രമാത്രം യൂറോപ്യൻ ഭരണകൂടങ്ങളും അമേരിക്കയും ഭയക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള ചോദ്യം. എന്തായാലും ഇസ്രായേലും അമേരിക്കയും ഈ വംശഹത്യയെ വെളുപ്പിച്ചെടുക്കാൻ പല ശ്രമങ്ങൾ നടത്തുമ്പോഴും സാംസ്കാരിക ലോകം മുഴുവൻ ഗസയ്ക്കൊപ്പം നിൽക്കുന്നുവെന്ന കാഴ്ച ആശ്വാസം പകരുന്ന ഒന്നാണ്.